ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ഞുപോലൊരു ഫാമിലി വ്ളോഗ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ജീന. ആഫ്റ്റർ ലോങ് ടൈം നമ്മളൊരു കുട്ടി വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ചെയ്യുന്നതുകൊണ്ടൊക്കെ തന്നെ എനിക്കും ആ ഒരു ഫ്ലോ അങ്ങ് പോയി. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് എല്ലാം എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊരു വിശ്വാസമുണ്ട്. ഈ കുഞ്ഞുമിനി ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഒരു വ്ളോഗുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. പണ്ട് തൊട്ട് മഞ്ഞുപോലൊരു ഫാമിലി വ്ളോഗ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാം. അവർക്കിപ്പോൾ 3 വയസ്സ് കഴിഞ്ഞു. നാട്ടിലായിരുന്നു. അതിനുശേഷം ഇപ്പം കുറച്ച് നാളുകൾക്ക് ശേഷം അവൾ ബാക്ക് ടു ഇപ്പം നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. സോ വൺസ് അഗെയിൻ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഞ്ഞുപോലൊരു ഫാമിലി വ്ളോഗ്സ്. മിനിക്കുട്ടി, എല്ലാരെയും വെൽക്കം ചെയ്തേ. ഹലോ കൂട്ടുകാരെ എന്ന് പറഞ്ഞേ. എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആരാ? മിന്നിക്കുട്ടി. ആരാ മിന്നിക്കുട്ടി എന്നല്ല, നിങ്ങളുടെ സ്വന്തം മിന്നിക്കുട്ടി എന്ന് പറ. അത്രേ ഉള്ളൂ, അതാണ് കേട്ടോ. അപ്പം കുഞ്ഞുമിനി അത്യാവശ്യം സംസാരിച്ചൊക്കെ തുടങ്ങി. നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ ആയിട്ടൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. മിന്നിക്കുട്ടിയുടെ വ്ളോഗാണ്. ദേ അനീഷേട്ടനും മിന്നിക്കുട്ടിയും കൂടെ റെഡി ആയിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ അനീഷേട്ടാ? എന്താ പരിപാടി? അതെ അല്ലേ. അപ്പം ദേ ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. ആക്ച്വലി ഈ ചോക്ലേറ്റ് സ്പോൺസർ ചെയ്തത് എൻ്റെ ഓഫീസിലെ എൻ്റെ കൊളീഗ്സ് ആണ് കേട്ടോ. എൻ്റെ സീനിയർ ചേച്ചി, സ്പെഷ്യൽ താങ്ക്സ് ടു രശ്മി ചേച്ചി, ദെൻ സ്പെഷ്യൽ താങ്ക്സ് ടു ആകാശ്. നമ്മുടെ ഓഫീസിലെ ഫ്രണ്ട്സാണ്, എൻ്റെ ഫ്രണ്ട്സാണ്. അവരാണ് ആക്ച്വലി കുഞ്ഞുമിന്നിക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തു വിട്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും ചോക്ലേറ്റ് കുഞ്ഞുമിന്നിക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ആക്ടിവിറ്റി പോലെ സെറ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. സോ അങ്ങനെ പ്ലാൻഡൊന്നുമല്ല, പെട്ടെന്ന് അങ്ങനെ ഇരുന്നപ്പോൾ അങ്ങ് തോന്നി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാൻ അധികം ലാഗ് എടുപ്പിക്കുന്നില്ല, നമുക്ക് ആക്ടിവിറ്റിയിലോട്ട് പോകാം. നമുക്ക് കുഞ്ഞുമിന്നിക്ക് കൊച്ചു കൊച്ചു ടാസ്കുകൾ കൊടുക്കാം. അവൾ അത്യാവശ്യം സംസാരിച്ച് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവളെ കൊണ്ട് പറയിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഒരുപാടൊന്നും അങ്ങനെ അറിയില്ല. സത്യം പറഞ്ഞാൽ ഒരു 2 വയസ്സ് കഴിഞ്ഞ് അവൾ സംസാരിച്ച് തുടങ്ങിയ സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ അവളെ പഠിപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്പം നാട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോൾ അവൾ കുറേ കാര്യങ്ങൾ മറന്നുപോയി. പക്ഷേ അതിലും സ്പെഷ്യൽ താങ്ക്സ് ടു കുഞ്ഞുമിന്നിയുടെ വെല്ലിമമ്മിയാണ് കേട്ടോ. വെല്ലിമമ്മിയുടെ അടുത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് അവൾ ഒരുപാട് സംസാരിക്കാൻ പഠിച്ചത്. അപ്പം ഒത്തിരി അവൾ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. സോ കുഞ്ഞുമിന്നി, പൊന്നു, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോവാം. കുഞ്ഞുമിന്നി റെഡിയാണോ? ഓക്കെ, അന്ന് ഫസ്റ്റ് പപ്പ ടാസ്ക് കൊടുത്തേ. 1 2 3 പറയാൻ പറ. പപ്പ പറയട്ടെ. അങ്ങനെയല്ല പൊന്നു, എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ മനസ്സിലാവണ്ടേ. പതുക്കെ പറ. പതുക്കെ പറ. 1 2 3 4 5 6 7 8 9 10. മിടുക്കി. പക്ഷെ ഇടയ്ക്ക് ഒരു തവണ തെറ്റിപ്പോയല്ലോ. 6 എവിടെ പോയി? 6 മഴയില്ല, നിറഞ്ഞു ഒഴുകി പോയി. പൊന്നു ഒന്നുകൂടെ പറഞ്ഞേ. കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ പൊന്നുവിന് ഫസ്റ്റ് ചോക്ലേറ്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും. 1 2 3 ഒന്നുകൂടെ പതുക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. പതിയെ പറഞ്ഞു. ചോക്ലേറ്റ് വേണമെങ്കിൽ നന്നായിട്ട് പറയണം. 1 2 3 പതുക്കെ പറ. മിന്നി, ഇങ്ങനെ ശ്രദ്ധിച്ച്. പൊന്നിൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും അങ്കിളുമാരും ആൻറ്റിമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ വിചാരിക്കും മിന്നിക്കുട്ടിക്കൊന്നും അറിയില്ല എന്ന്. മിന്നിക്കുട്ടി മിടുക്കിയായിട്ട് പതിയെ കൈ കണ്ണിന് മാറ്റിക്കേ പൊന്നെ. മിടുക്കിയായിട്ട് അവിടെ ഇരുന്നേ. ഗുഡ് ഗേൾ. ഇനി 1 2 3 പതുക്കെ പറഞ്ഞേ. ക്ലാപ്പ് ചെയ്യേ. അത് ഓക്കെ കൊടുക്ക്. മിടുക്കി. സോ മിനിക്കുട്ടി മിടുക്കിയായിട്ട് 10 വരെ പറഞ്ഞത് കൊണ്ട് പപ്പ ചോക്ലേറ്റ് ഗിഫ്റ്റ് കൊടുക്കുക. പപ്പ ഒരു പാക്കറ്റ് ചോക്ലേറ്റ് അവർക്ക് ഗിഫ്റ്റ് കൊടുത്തേക്ക്. മിടുക്കി. കൈകൊട്ട്. മിടുക്കി. മമ്മിക്ക് തരുമോ പൊന്നെ ഒരെണ്ണം?
പൊന്നു അപ്പം ചോക്ലേറ്റ് തന്നത് ആരാന്നറിയോ? ആകാശ് അങ്കിൾ. അപ്പം ആകാശ് അങ്കിൾ താങ്ക് യു പറഞ്ഞു. താങ്ക് യു ആകാശ് അങ്കിൾ. ആ ഓക്കെ. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോവാം. ചോക്ലേറ്റ് മാറ്റി വെച്ചോ. ഓക്കെ. ഇനിയിപ്പം അടുത്ത മത്സരത്തിലോട്ട് പോവാണേ. മിന്നിക്കുട്ടി റെഡിയാണോ? ആ പപ്പ ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താ? പാട്ടായാലോ? ആ പൊന്നു അങ്ങനെയല്ല. എങ്ങനെയാ പാട്ട് പാടണ്ടേ? കൈ കൂപ്പി പിടിച്ച് മിടുക്കിയായിട്ട് പാടിക്കേ. കൈ കൂപ്പി പിടിച്ച്. മിനിക്കുട്ടാ ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് കിട്ടില്ല. എങ്ങനെയാ നല്ല ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ എങ്ങനെയാ പാട്ട് പാടുന്നത്? ഇങ്ങനെയാണോ പാടുന്നത്? കൈ കൂപ്പി പിടിച്ച് മമ്മ എങ്ങനെ പാടും? മമ്മി തുടങ്ങി തരാം, അതുപോലെ പാടിക്കോ. കൈ കൂപ്പിക്ക്. 1 2 3 അല്ല മോനെ, പാട്ടാണ്. ഓക്കെ കൈ കൂപ്പിക്ക്. മമ്മ തുടങ്ങി തരാം. കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം, ഈശോയെ നീ ഒന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ, കുഞ്ഞിക്കാരത്തിനുള്ളിൽ സ്നേഹം നിറച്ചു തരാം, ഈശോയെ നീ ഒന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ, ഈശോയെ നീ ഒന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ. ദേ മമ്മ മൊത്തം ഒന്ന് പാടി തന്നിട്ടുണ്ട്. നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരുന്ന സബ്സ്ക്രൈബേഴ്സിന് മിക്കവാറും ഓർമ്മയുണ്ടാവും അല്ലെ അനീഷേട്ടാ? മുമ്പ് അവള് നല്ല മിടുക്കിയായിട്ട് ഈ പാട്ട് ഫുള്ളായിട്ട് പാടുമായിരുന്നു. ഇപ്പം എല്ലാം മടിയെല്ലാം മറന്നുപോയി. അതാണ് ഇപ്പം കുറേ നാൾ കൂടിയല്ലേ അവള് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കണേ. പാട്ട് മറന്നുപോയി, അതാണ്. അപ്പോൾ ഇപ്പം മമ്മി പാടിയ പാട്ട് നന്ന വൃത്തിക്ക് പാടുവാണെങ്കിൽ അടുത്ത ചോക്ലേറ്റ് തരാം. ദേ സീ ഒരുപാട് ചോക്ലേറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. 1 2 3 4 അല്ല. അപ്പോൾ നൂ കൈ കൂപ്പി പിടിച്ചിട്ട് കുഞ്ഞിളം കൈകൾ പാടിക്കേ. കാല് താത്തിയിട്ടേ. മമ്മി തുടങ്ങി തരാം. കുഞ്ഞിളം കൈകൾ കൂപ്പി ഈശോയെ നീ ഒന്ന് വാവാ, കുഞ്ഞിക്കാരത്തിനുള്ളിൽ എനിക്ക് ചിരി വന്നിട്ടുണ്ടെങ്കിൽ ക്യാമറ ഷേക്ക് ആവുന്നുണ്ട്. ഓക്കെ അപ്പം മിന്നിക്കുട്ടി അത്യാവശ്യം നന്നായിട്ട് പാടിയല്ലേ പപ്പ? 2 ചോക്ലേറ്റ് കൊടുക്ക. പൊന്നു താങ്ക് യു പറ. താങ്ക് യു പപ്പ എന്ന് പറ. ആ ചോക്ലേറ്റ്സ് തന്നത് രശ്മി ആൻറ്റിയാണ്. താങ്ക് യു രശ്മി ആൻറ്റി എന്ന് പറ. ഓക്കെ അപ്പോൾ ഇനിയിപ്പം നമ്മൾ അടുത്ത ഏത് ആക്ടിവിറ്റിയിലോട്ടാ പപ്പ പോകുന്നേ? ഓക്കെ ഇനിയിപ്പം നമുക്ക് നെക്സ്റ്റ് മിനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ചോക്ലേറ്റ് മാറ്റി വെച്ചേ. ഓരോ ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ ചോക്ലേറ്റ് മിനിക്കുട്ടിക്ക് കിട്ടും. ഓക്കെ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മിന്നിയുടെ പപ്പായുടെ പേരെന്താ? ഓ മൈ ഗോഡ്. ചോക്ലേറ്റ് തരണമെങ്കിൽ കറക്റ്റ് ആൻസർ പറയണം. പൊന്നു നോക്കി, മിന്നിയുടെ മമ്മയുടെ പേരെന്താ? മിടുക്കി. പപ്പ ചോക്ലേറ്റ് കൊടുത്തേ. വെരി ഗുഡ്. താങ്ക് യു പപ്പ പറ. ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിന്നിയുടെ പപ്പായുടെ പേരെന്താ? ഒന്നുകൂടെ പറഞ്ഞേ, പപ്പായുടെ പേരെന്താ? വെരി ഗുഡ്. നെക്സ്റ്റ് ചോക്ലേറ്റ് കിട്ടിയിരിക്കുന്നു മിന്നിക്കുട്ടിക്ക്. വെരി ഗുഡ്. ഇനി മിന്നിക്കുട്ടിയുടെ ശരിക്കുള്ള പേരെന്താ? ആ വെരി ഗുഡ്, നല്ല. മിടുക്കി. പപ്പ അടുത്ത ഗിഫ്റ്റ് കൊടുക്ക. പൊന്നു ചോക്ലേറ്റ് കിട്ടുമ്പോ എന്താ പറയണ്ടേ?
താങ്ക് യു പപ്പ എന്ന് പറ. ഓക്കെ. പൊന്നുവിന്റെ വല്യമ്മയുടെ പേരെന്താ? ആരും കള്ളക്കളി കാണിക്കല്ലേ, പറഞ്ഞു കൊടുക്കരുത്, കള്ളക്കളി കാണിക്കരുത്. മിനി ഇങ്ങ് നോക്ക്. വല്യമ്മയുടെ പേരെന്താ? പൊന്നുവിനെ ഇത്രയും നാൾ നോക്കിയ വല്യമ്മയുടെ പേരെന്താ? അത് മമ്മയല്ലേ പൊന്നെ? വല്യമ്മി. പാലായിലുള്ള വല്യമ്മയുടെ പേരെന്താ? ഒന്നുകൂടെ ആള്. വല്യമ്മയുടെ പേരെന്താ കുഞ്ഞേ? അത് കറക്റ്റാണ്, നമുക്ക് അത്ര അത് പറയാൻ അറിയത്തുള്ളൂ. വല്യമ്മയുടെ പേര് ഫിലോമിന എന്നാണ് എൻ്റെ മമ്മിയുടെ പേര്. മിടുക്കി, വെരി ഗുഡ്. ഓക്കെ. ഇനി പൊന്നുവിന് കുറച്ച് ചേച്ചിമാരില്ലേ? ചേച്ചിമാരുണ്ടല്ലോ, ചേച്ചിമാരുടെ പേര് പറഞ്ഞേ. നാട്ടിലുള്ള ചേച്ചിമാർ, ഇപ്പം ലണ്ടനിലേക്ക് പോയ ചേച്ചിമാരുടെ പേരെന്തൊക്കെയാ? ആ, മൊത്തം പേരുകൾ പറയണം. ആ, വെരി ഗുഡ്. ഇനി ഒരു ചേച്ചിയും കൂടി ഇല്ലേ കുഞ്ഞിന്? വെരി ഗുഡ്. ഒരു ചേട്ടായി ഇല്ലേ? ഏത് ചേട്ടായിയാ? വലിയ മമ്മി എപ്പോഴും പറഞ്ഞ ചേട്ടായി ഏതാ? ആ, ഇത് മൊത്തം കള്ളക്കളി, ഇത് മൊത്തം കളിയാ കേട്ടോ. പപ്പ മൊത്തം പറഞ്ഞു കൊടുത്തിട്ടുള്ള കള്ളക്കളിയാണ്. ആ, ഇത് കൂടാതെ പൊന്നിന് ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും അങ്കിൾമാരും ആൻറ്റിമാരും ഒക്കെ ഉണ്ട് കേട്ടോ. മിന്നിക്കുട്ടി എല്ലാവരുടെയും പേര് മറന്നുപോയി. ഇപ്പൊ കുറേ പേരുടെ പേര് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ പപ്പ മൊത്തം കള്ളക്കളിയിൽ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ എന്താ പറയാ, ദിസ് ഇസ് നോട്ട് ഫെയർ. കള്ളക്കളി നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതിന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഇത്രയും കള്ളക്കളികൾ നമുക്ക് അങ്ങനെ എന്റർടൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി പൊന്നു, ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ ചേട്ടന്മാരോടും ചേച്ചിമാരോടും സപ്പോർട്ട് ചെയ്യണമെന്ന് പറ. നമുക്ക് ഒരുപാട് വീഡിയോ നീട്ടി അവരെ ബോറടിപ്പിക്കണ്ട. പൊന്നു മമ്മ പറയുന്ന പോലെ പറഞ്ഞിങ്ങ് നോക്കി. നമ്മുടെ വ്ലോഗ് കാണുന്ന പറഞ്ഞേ എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒത്തിരി താങ്ക്സ്. പൊന്നു ഇങ്ങനെ പറഞ്ഞേ, എല്ലാരും ഞങ്ങളുടെ വീഡിയോ കാണണേ. പറ, ഞങ്ങളുടെ വീഡിയോ കാണണം. വെരി ഗുഡ്. ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ മിന്നിക്കുട്ടി എല്ലാം ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ കുഞ്ഞു മിന്നി ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കണം. കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്താണ്. അവള് പക്ഷെ അതൊന്നും കൂടുതലായിട്ട് ചെയ്യും എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കാരി ഇപ്പൊ ചോക്ലേറ്റ് മൊത്തം കഴിക്കുന്നതിന്റെ ഒരു മൂഡിലാണ് ഇരിക്കുന്നത്. സോ അപ്പൊ അനീഷേട്ടൻ നമ്മുടെ ചാനൽ കാണുന്ന നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അതെ, നമ്മൾ കുറെ നാൾക്ക് ശേഷം ചെയ്യുന്നല്ലേ. നമ്മളോട് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്ത് പറ്റി നിങ്ങൾ ചാനൽ നിർത്തിയോ, നല്ല ചാനലായിരുന്നല്ലോ, അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്ത എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ സിറ്റുവേഷൻസ് കാണാൻ നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്. പിന്നീട് ഒരിക്കൽ നമ്മൾ പതിയെ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അല്ലേ. സോ ഇനി തൊട്ട് മാക്സിമം എല്ലാ ദിവസവും ഒരു വീഡിയോ എങ്കിലും വെച്ച് ഞങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ലിമിറ്റഡ് ഫെസിലിറ്റീസ് വെച്ച് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ല വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻസിൽ കൂടി വന്ന് പറയുക, സപ്പോർട്ട് ചെയ്യുക അല്ലേ. ഒരു കുട്ടി ചാനലാണ്, നിങ്ങൾ തന്നെ വളർത്തി വലുതാക്കിയ ചാനലാണ്. അപ്പം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സപ്പോർട്ട് വേണം മിനിക്കുട്ടി. അപ്പം എല്ലാവരോടും താങ്ക് യു, ടാറ്റ, ബൈ ബൈ, സി യു, ഉമ്മ എന്ന് പറ. പൊന്നു അങ്ങനെയല്ല പൊന്നു, നേരെ തിരിഞ്ഞ് ചേട്ടന്മാരോടും ചേച്ചിമാരോടും പറഞ്ഞേ ടാറ്റ, ബൈ ബൈ, സി യു, ഉമ്മ പറ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ.